ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS സാംസ്കാരിക വകുപ്പിൽ അതിൻ്റെ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ഒരു മഹതിയാണ്. അവർ ജിഹാദി എന്ന സംജ്ഞകളെ വ്യാഖ്യാനിച്ച് ഒരു പ്രസംഗം നടത്തി. ഞാനിതിപ്പോഴാണ് കേൾക്കുന്നത്. ജിഹാദ് എന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥം പറഞ്ഞ് അതിൻ്റെ അന്തർഭാഗങ്ങളിലേക്ക് വരെ കടന്നു നിന്ന് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പഠിച്ച് വിവേകപൂർവം അത് വർണ്ണിക്കുന്നതായിട്ട് കണ്ടു. അവർ പറഞ്ഞതിൻ്റെ ഏകദേശ രൂപം ഞാൻ കണ്ട ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും അതേപോലെയുണ്ട്. ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതിന് സമരനിരതമായിട്ടുള്ള ജീവിതം എന്നർത്ഥമുണ്ട്. നിരന്തരമായിട്ടുള്ള പരിശ്രമം, നിരന്തരമായിട്ടുള്ള യാതന എന്നൊക്കെ അർത്ഥമുണ്ട്. ദിവ്യ എസ് അയ്യർ എന്ന മഹതി ഇത്രയും പറഞ്ഞപ്പോഴേക്കും എന്തായിന്നറിയാമോ? അവർ ജിഹാദിയായി, തട്ടമിട്ട പട്ടത്തിയായി. സംഘപരിവാർ വിടില്ലല്ലോ. ജിഹാദ് എന്ന് പെരുമയും മഹിമയുമാർന്ന പദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിനെ പോലുള്ള ആളുകൾക്ക് കിട്ടിയ ഇരുട്ടടിയാണ് വാസ്തവത്തിൽ ദിവ്യ എസ് അയ്യരുടെ ഈ പ്രസ്താവന. ജിഹാദിനെക്കുറിച്ചും ജിഹാദിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊന്നുകൂടി അതിനെക്കുറിച്ച് സംസാരിക്കാം. നല്ല കാര്യങ്ങൾ ഒരു വട്ടമല്ല 10 വട്ടമല്ല 100 വട്ടം പറഞ്ഞാൽ നല്ലതാണല്ലോ. നെയ്യ് കൂടിപ്പോയതുകൊണ്ട് അപ്പം കേടുവരില്ലല്ലോ. എന്താണ് ജിഹാദ്? ആരാണ് ജിഹാദി? ഇതിൻ്റെ മൂലം ധാതു ജഹാദ എന്നൊരു ശബ്ദമാണ്. അറബി ധാതു അതാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ശബ്ദമാണ് ജിഹാദ്, ജിഹാദി എന്നിത്യാദി ശബ്ദങ്ങൾ. ജിഹാദ് എന്ന് പറയുന്ന അവസ്ഥയെ ഉൾക്കൊള്ളുന്നവരാരാണോ, അതിനെ പിൻപറ്റുന്നവരാരാണോ, അതിനെ അനുസന്ധാനം ചെയ്യുന്നവരാരാണോ, അവരെയാണ് നമ്മൾ ജിഹാദികൾ എന്ന് പറയുക. ശക്തിയും പരിശ്രമവും ചെലുത്തുക, മഹത്തായൊരു ദൗത്യം നിറവേറ്റുന്നതിനായിട്ട് എല്ലാ സന്മാർഗങ്ങളും ഉപയോഗിക്കുക, മതപരമായിട്ടുള്ള സന്ദേശങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുക, നന്മകൾ പടർത്തുക, അതിനു വേണ്ടിയിട്ട് തിന്മകളെ പ്രതിരോധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ജിഹാദിന് ഉള്ളത്. ഒരുവൻ്റെ, ആരുടേതുമാകട്ടെ, ഇവിടെ നമ്മൾ മുസ്ലിമിൻ്റെ കാര്യമെടുക്കുന്നു. ഒരു മുസ്ലിമിൻ്റെ ആന്തരിക ശത്രുക്കളെ അമർച്ച ചെയ്യാനുള്ള പോരാട്ടത്തിൻ്റെ ഇസ്ലാമിക ഭാവങ്ങളെയാണ് ജിഹാദ്, മഹത്തായിട്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയതിൻ്റെ പേരിൽ ശ്രീമതി ദിവ്യ എസ് അയ്യർക്ക് നേരെ സംഘപണ്ടാരങ്ങളുടെ ആക്രമണം നടക്കുകയാണിപ്പോൾ. അവരെ ആക്രമണം ഏറ്റുവാങ്ങുണ്ടോ എന്നറിയില്ല. ദിവ്യ അയ്യർ ഇപ്പോൾ ജിഹാദിയായിരിക്കുകയാണ്. ദിവ്യ അയ്യർക്ക് ഇനി തട്ടമിട്ട് നടക്കാം എന്നാണിപ്പോൾ നമ്മുടെ വിഷകരെ പോലുള്ള ആൾക്കാരൊക്കെയും പറയുന്നത്. നോക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. ദിവ്യ അയ്യര് തട്ടമിടേണ്ടവൾ തന്നെയാണ്. കാരണം ഒരു ഹിന്ദുവാണ്, ബ്രാഹ്മണ സ്ത്രീയാണ്. ബ്രാഹ്മണ സ്ത്രീകൾ തട്ടമിടുന്നവരാ. ട്രഡീഷണലായിട്ട്
നടമാടുന്നൊരു കാര്യമാണത്. ഉത്തരേന്ത്യയിൽ തട്ടമിടാത്ത ഒരു ഹിന്ദു സ്ത്രീയെയും കാണാൻ കഴിയില്ല. ജിഹാദ് എന്ന പദത്തിന് വലിയ അർത്ഥങ്ങളാണുള്ളത്. ഹൈന്ദവ ധർമ്മവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടി അവിടെ കൂട്ടിച്ചേർക്കാം. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരാരോ അവർ ധർമ്മത്താൽ രക്ഷിക്കപ്പെടും എന്നതാണ് ഹൈന്ദവ ആറ്റിറ്റ്യൂഡിൽ ഈ ജിഹാദിന് അർത്ഥം വരുന്നത്. ധർമ്മമാണ് ജിഹാദ്, ജിഹാദാണ് ധർമ്മം. ധർമ്മത്തെ രക്ഷിക്കണമെങ്കിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കണമല്ലോ. അധർമ്മമുണ്ടെങ്കിൽ ധർമ്മം വിളയാടില്ലല്ലോ. അതുകൊണ്ട് അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിച്ചുകൊണ്ട് മാത്രമേ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. ഏതൊരു വ്യക്തിയാണെങ്കിലും, എവിടെയുള്ള വ്യക്തിയാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അധർമ്മത്തെയും അധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവരെയും തടയുന്ന പ്രവൃത്തിയെ നമുക്ക് ജിഹാദ് എന്ന് പറയാം. ശ്രീരാമനും ശ്രീകൃഷ്ണയ്ക്ക് അതാണ് ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും ഒക്കെ അതാ ചെയ്തിട്ടുള്ളത്. ധർമ്മത്തിനെ മേൽക്കയറ്റാൻ വേണ്ടി എവിടേക്ക് അധർമ്മം താഴോട്ട് വരുന്നു. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അധർമ്മം മേലോട്ട് കയറുമ്പോൾ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ ജിഹാദിയാണ്, ശ്രീരാമൻ ജിഹാദിയാണ്. ധർമ്മമാണ് ജിഹാദ്. ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നു അയാൾ ധർമ്മിയാണ്, ജിഹാദിയാണ്. ജിഹാദ് എന്നതിന് ശാരീരികമായിട്ടൊരാളെ പ്രതിരോധിക്കുക, ആക്രമിക്കുക എന്നൊരർത്ഥം എവിടെയും കൊടുത്തു കണ്ടിട്ടില്ല. പക്ഷെ നമ്മളത് കൊടുക്കും കേട്ടോ. ഞങ്ങൾക്കത് കൊടുത്താലേ സമാധാനമാവുള്ളൂ. എവിടേക്ക് മുസ്ലിമിനെ കരിവാരിത്തേക്കാമോ അതൊക്കെ ചെയ്താലേ ഞങ്ങൾക്കൊരു സുഖമുള്ളൂ എന്നർത്ഥം. അറിവിൽ കുറഞ്ഞവരാണ് അപ്രകാരം അർത്ഥം പറഞ്ഞു പരത്തുന്നത്. ജിഹാദ് പറഞ്ഞാൽ അടിയും തല്ലും നടക്കുക, ജിഹാദി പറഞ്ഞാൽ അടിയും തല്ലും നടത്തുന്നവർ. ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് മാം അനുസ്മര യുദ്ധ്യച്ഛ. മാം എന്നെ അനുസ്മരിക്കൂ. എന്നെ മനസ്സിൽ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്താലും അർജുന എന്നാണ് പറയുന്നത്. അവിടെ വാൾപ്പയറ്റും ബോംബേറും യുദ്ധമല്ല പറയുന്നത്. അർജുനോടായതുകൊണ്ട്, ക്ഷത്രിയനോടായതുകൊണ്ട്, നിന്റെ ധർമ്മം വാളെടുത്തുകൊണ്ട്, ആയുധമെടുത്തുകൊണ്ട്, ബാഹുബലം ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് അത് പറഞ്ഞത് യുദ്ധ്യച്ഛ എന്ന് പറഞ്ഞത്. ഇനി ഒരു സ്ത്രീയോടാണ് പറയുന്നെങ്കിലോ, നിന്റെ മക്കളെ സത്പുത്രന്മാരെ സത്പ്രജകളായിട്ട് വളർത്തുന്നതിലേക്ക് വേണ്ടുന്ന ധർമ്മോപദേശ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, എത്തിക്സ്, വാല്യൂസ് അവരിൽ നിറച്ചു കൊടുക്കുന്ന, അതാണ് നിന്റെ ധർമ്മം, അതാണ് നിന്റെ യുദ്ധം. അങ്ങനെയാണ് പറയുക. എന്നെ മനസ്സിൽ ഓർത്തുകൊണ്ട്, അഥവാ ധർമ്മപുരുഷനെ മനസ്സിൽ ഓർത്തുകൊണ്ട്, അഥവാ ധർമ്മത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് സ്വധർമ്മമനുഷ്ഠിച്ചാലും. സ്വധർമ്മമനുഷ്ഠിച്ചാലും എന്നേ അതിനർത്ഥമുള്ളൂ. ധർമ്മപൂർവമുള്ള കർമ്മം എന്ന് സാരം. സ്വധർമാനുഷ്ഠാനമേവ, അങ്ങനെ ഉപദേശമുണ്ട്. ക്ഷത്രിയനായിട്ടുള്ള അർജുനനോട് പറഞ്ഞപ്പോൾ നിന്റെ കർമ്മമായിട്ടുള്ള യുദ്ധം ധർമ്മപൂർവം ചെയ്യൂ എന്ന് മാത്രമേ ഉള്ളൂ. അർജുനൻ തൻ്റെ ബാഹുബലം ഉപയോഗിച്ചുകൊണ്ടാണ് ധർമ്മത്തെ രക്ഷിക്കേണ്ടതെന്ന് സാരം. എല്ലാവരും അങ്ങനെയല്ലല്ലോ. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ സങ്കടപ്പെടണ്ട, നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഹേ അർജുന, നിന്റെ ഇഹലോക സംബന്ധിയായിട്ടുള്ള വരും വരായകകൾ, ഇഹലോകത്തിലെല്ലാം അങ്ങനെയാണ്. വരും പോകും. നേട്ടമുണ്ടാകും, കോട്ടമുണ്ടാകും, ഇരുളുണ്ടാകും, വെളിച്ചമുണ്ടാകും, കയറ്റമുണ്ടാകും, ഇറക്കമുണ്ടാകും. ഇതാണ് ഇഹലോക സംസ്കൃതി. അതാണ്. ഒന്നും ശാശ്വതമല്ല, ഒരേപോലെ ശാശ്വതമല്ല. മേഘങ്ങളേക്കും നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ആനകളെ കാണാം. കുറച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ആനയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് നമ്മുടെ കൊച്ചനുജന്മാരെയും കൊണ്ട് നോക്കുമ്പോൾ ആനയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു പാമ്പണം ഉണ്ടാവുക. മേഘങ്ങൾ മാറുന്ന പോലെയാണ് ഇഹലോക സംസ്കൃതി നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുക. ഇന്ന് കണ്ടതല്ല നാളെ. നേട്ടവും കോട്ടവുമാണ് ഇഹലോകത്തിലുള്ളത്.
നേട്ടമുണ്ടെങ്കിൽ കോട്ടമുണ്ട്, കോട്ടമുണ്ടെങ്കിൽ നേട്ടമുണ്ട് നിശ്ചയം. അപരിഹാര്യമായിട്ട് അതങ്ങനെ തുടരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുഖം ദുഃഖം, ദുഃഖം സുഖം, അതും തുടരും. ആയതിനാൽ ഈ ലോകത്തിൽ നിന്നും നിതാന്തമായിട്ടുള്ളൊരു കോട്ടം, നിതാന്തമായിട്ടുള്ളൊരു നേട്ടം അത് പ്രതീക്ഷിക്കേണ്ട. ഈ സമയവും മാറി വരും, ഈ സമയവും ഇല്ലാതാകും. ഇന്ന് നിനക്ക് ദുഃഖമാണെങ്കിൽ നിന്നോട് പറയാം, എനിക്ക് ഭയപ്പെടേണ്ട, ഈ സമയമൊക്കെ മാറി വരും. ഇന്ന് നിനക്ക് സുഖമാണ്, വല്ലാതെ നീ തിമിര് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അതേ ഈ സമയമൊക്കെയും പോകും കേട്ടാ. അതാണ് സ്ഥിതി. നിതാന്തമായിട്ടുള്ള സുഖമോ ദുഃഖമോ ആരും തന്നെ പ്രതീക്ഷിക്കരുത് ഇഹലോകത്തിൽ. ആയതിനാൽ സർവധർമാൻ പരിത്യജ്യ, ഇഹലോക ധർമ്മങ്ങൾ മുഴുവൻ പരിത്യജിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഹലോക ധർമ്മങ്ങളെ, ശാശ്വതമല്ലാത്ത ധർമ്മങ്ങളെ മുഴുവൻ നീ മാറ്റിവെച്ചേക്കുക. മാമേകം ശരണം പ്രജ. അല്ലാഹു അക്ബർ. ഭഗവാൻ മാത്രം ശരണം, അതിലപ്പുറം ഒന്നുമില്ല. കോട്ടമുണ്ടായാലും ഭഗവാനെ സന്തോഷമായി. ഇന്ന് ഞാൻ സൈക്കിളിൽ പോകുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ ചെന്നിട്ട് പുറകിൽ ഒറ്റയിടി, എന്നിട്ട് എന്നെ കുറച്ച് ചീത്തയും വിളിച്ചു. ഇത് എൻ്റെ മുട്ടുകാരേക്കും പൊട്ടിനെ ആശുപത്രിയിലായിരുന്നു. സന്തോഷമായിട്ടോ ഭഗവാനെ. അതിൻ്റെ പേരിൽ എന്നും തരുന്ന പോലെ 5 രൂപ നിൻ്റെ ഭണ്ഡാരത്തിൽ ഇന്നും ഞാൻ ഇടാൻ പോവുക. നാളെ എനിക്ക് ലോട്ടറി കിട്ടുമ്പോഴും അവിടെ പോയിട്ട് 5 രൂപ ഇടും. അതേ ഇന്ന് ലോട്ടറി കിട്ടിയിട്ട് 50,000 രൂപ, സന്തോഷമായി. കോട്ടമുണ്ടെങ്കിലും നേട്ടമുണ്ടെങ്കിലും എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. ദേഷ്യം വന്നാലും ഭഗവാനോട്. വീട്ടിൽ അലമ്പുണ്ടായാലും മക്കളൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടായാലും ഭഗവാനോട്. ഭഗവാന് എല്ലാ ദേഷ്യവും താങ്ങാൻ പറ്റും. കാരണം രുദ്രത്തിൽ പറയുന്നുണ്ട്, ദേഷ്യത്തിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള അല്ലയോ രുദ്രനെ, അവിടെ പറയുന്നുണ്ട്. അപ്പം ഇനിവേ പരമമായിട്ടുള്ള നിത്യധർമ്മത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്. അതാണ് സത്യസരണി, അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക്. അങ്ങനെയാകുമ്പോൾ ഇഹലോകത്തിലെ കാഴ്ചകൾ, മായ കാഴ്ചകൾ നിന്നെ അലട്ടുന്നില്ല. സുഖം നിന്നെ സന്തോഷിപ്പിക്കുന്നില്ല, ദുഃഖം നിന്നെ സങ്കടപ്പെടുത്തുന്നില്ല. യഥാവിധമുള്ള ജിഹാദിലൂടെ പ്രാപ്തമാകുന്നതും ഈ ഒരവസ്ഥയാണ്. സർവവിധമായിട്ടുള്ള മായക്കാഴ്ചകളിൽ നിന്നുള്ള മുക്തി, അതാണ് ജിഹാദി കിട്ടുന്ന, അള്ളാഹു കൊടുക്കുന്ന സമ്മാനമെന്ന് പറയാം. അള്ളാഹു കൽപ്പിച്ചു തന്ന ഖുറാനിക ധർമ്മങ്ങളെ ജിഹാദിലൂടെ ഭദ്രമാക്കി നിർത്തുന്നവനാരോ അവനാണ് ജിഹാദി. ഞാൻ ജിഹാദിയാണ്. ഞാൻ ആരും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടൊന്നുമില്ല. അങ്ങനൊരു ജിഹാദിയാണ്. അവനാണ് സുഖവും ദുഃഖവും ഇടകലരാത്ത ആനന്ദം അനുഭവിക്കുന്നത്. ആനന്ദവും സുഖവും വ്യത്യാസമുണ്ട് കേട്ടോ. ആനന്ദത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അവിടെ സുഖവുമില്ല ദുഃഖവുമില്ല, അത് മാറി വരില്ല, പിന്നെ ആനന്ദമേ ഉള്ളൂ. ഏറ്റവും പൊതുവായിട്ടുള്ള അർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സമൂഹത്തിൻ്റെ മേലുള്ള കടമയെ സൂചിപ്പിക്കുകയാണ്. അകന്നുപോയ കാലഘട്ടങ്ങളിലെ അമൂല്യമായ ധർമ്മങ്ങളെ വരും കാലഘട്ടങ്ങളിൽ പ്രവഹിപ്പിച്ച് മാനവ ജീവിത ശൃംഖലയെ കരുത്തുറ്റതാക്കി തീർക്കുന്ന ആ ഒരു കടമ, അതാണ് സമൂഹത്തോടുള്ള കടമ. തലമുറകൾക്ക് സത്യസന്ദേശം കൈമാറുന്നു. അവനവനത് പിന്തുടരുന്നു, അനുഷ്ഠാനമാക്കുന്നു, ജീവിതത്തിലുടനീളം തപമാക്കുന്നു, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ദൈവഗീതം പിന്തുടരുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നവരുടെ പ്രവൃത്തിയെയും അതിൻ്റെ ഫലത്തെയും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സംജ്ഞയെ, ജിഹാദ് എന്ന സംജ്ഞയെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്ലാം വിരോധികൾ ചെയ്യുന്നത്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് സംഘപരിവാർ ആളുകളാണ്, പിന്നെ കുറേ കൃസംഗികൾ. ദിവ്യായ സൈരെ പോലുള്ള ഉന്നത വ്യക്തികളുടെ പ്രസ്താവനകൾ, സമൂഹത്തിൽ വന്നു ചേരുന്ന തെറ്റിദ്ധാരണകൾ, ഇസ്ലാമിനെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടർത്തിക്കഴിഞ്ഞാൽ ഇസ്ലാമിന് മാത്രമല്ല ദോഷം. ഇന്ന് വരെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആളുടെ മുഖത്തൊക്കെ എനിക്ക് കഴിയില്ല, അയാൾ ഇതാണ് സൈസല്ലേ, തെറ്റിദ്ധരിച്ചാൽ എൻ്റെ അന്തസ്സാണ് കുറഞ്ഞു പോകുന്നത്. അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട്
ഇങ്ങനെയുള്ള ഉന്നത വ്യക്തികൾ ഇത്തരം വ്യാഖ്യാനങ്ങൾ നൽകുന്ന വലിയ രൂപത്തിൽ സഹായകരമാവും എന്നർത്ഥം. എന്നാൽ അവിടെയും ചിലർ കാര്യമറിയാതെ, വസ്തുത എന്തെന്നറിയാതെ ഇടപെടുന്നുണ്ട്. ഈ ദിവ്യ എസ് അയ്യരുടെ അവരുടെ പ്രസ്താവനയുടെ അടിയിൽ മുസ്ലിം പേര് പേറുന്ന കുറേ കാഫറുകൾ, പെരിച്ചാഴികൾ പറയുന്നത് ഇപ്രകാരമാണ്: മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും കാര്യത്തിൽ ഹിന്ദുവായി നിങ്ങൾ ഇടപെടേണ്ടതാണ്. ഇവരെന്താ വേറെ ലോകത്തിൽ നിന്ന് വന്ന തെണ്ടിപ്പിള്ളേരാണ് അവർ? ഇവിടെയുള്ള നല്ല മുസ്ലിങ്ങളൊക്കെയും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഹിന്ദുക്കളും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, നല്ല ക്രിസ്ത്യാനികൾ ഇവിടെയാണ് ജീവിക്കുന്നത്, ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയാണ് ജീവിക്കുന്നത്. അത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. എന്നാൽ നിങ്ങൾ വല്ല അറബിക്കടലും പിടിച്ചാട്, അല്ലെങ്കിൽ ബംഗാൾ ഉടലും പിടിച്ചാട്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ, ബഹുളങ്ങളായിട്ടുള്ള ചിന്താ പദ്ധതികൾക്ക് ഐകരൂപ്യം വരുമ്പോൾ ആ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തും. റംസാൻ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കോഴി ബിരിയാണി ഉണ്ടാക്കിയത് വരും. അത് നിങ്ങൾ ആരാണ് ഞങ്ങളുടെ റംസാൻ ആഘോഷിക്കാൻ? അപ്പുറത്ത് മുസ്ലിമിൻ്റെ വീട്ടിൽ ചിലപ്പോൾ സ്റ്റാർ കെട്ടി തൂക്കിയെന്ന് വരും. ഇവിടെ ക്രിസ്ത്യാനി എന്ന് വയ്ക്കുക, ഞങ്ങളുടെ സ്റ്റാർ അത് ഞങ്ങൾ കെട്ടി തൂക്കിക്കോളാം. ക്രിസ്ത്യാനിയായിട്ടുള്ള നിങ്ങൾക്കത് കെട്ടിത്തൂക്കാനുള്ള അവകാശം എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാലത്തെ സ്ഥിതി എന്താ? അവരെയാണ് നമുക്ക് കാഫറുകൾ, പെരിച്ചാഴികൾ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുക. എന്നോട് ചില മുസ്ലിം നാമധാരികൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം അന്വേഷിക്കേണ്ട, അത് ഞങ്ങൾ അന്വേഷിച്ചോളാം. ഞാൻ ആദ്യമൊക്കെ അതിന് മറുപടി പറയും, പൊടലുണ്ടി എന്ന് പറയും. പക്ഷെ ഇപ്പോൾ അത് പറയാതായി, ഞാനതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന അർത്ഥം. കാരണം എല്ലാത്തിനും ഉണ്ടോ വകതിരിവില്ലാത്ത സാധനങ്ങൾ. തോട്ടം നശിക്കാൻ വേണ്ടി പീച്ച കുലയ്ക്കെന്ന് പറയില്ലേ. ഏതായാലും അത്തരം ആളുകളുടെ കഥ അറിയാതുള്ള ആട്ടം നമുക്ക് ഗൗരവത്തിലെടുക്കേണ്ടതില്ല. കാരണം അന്യോന്യം അറിയാനും അറിയിക്കാനും ഉള്ള സർഗാത്മകമായിട്ടുള്ള ശ്രമത്തെ സംശയ ദൃഷ്ടിയോടെയും ശത്രുതാഭാവത്തോടെയും നോക്കിക്കാണുന്നത് അഹങ്കാരമാണ്. അഹങ്കാരമല്ല, അല്പത്തരമാണ്. അവൻ കൂപമണ്ഡൂകമാണ്. അവൻ ഈ ലോകത്തിൽ വേറൊന്നും കാണുന്നില്ല. അതാണ് പ്രശ്നം. പിന്നെ ജിഹാദിനെയും ജിഹാദികളെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇസ്ലാമോഫോബിയ സാധിച്ചവർ, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ ബാധിച്ചവന് പറഞ്ഞു പറ്റുന്നൊരു കാര്യമുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്നർത്ഥം. ജിഹാദി എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം, അക്രമി എന്നാണ് അർത്ഥം. അത് ശരിയാണ്. ജിഹാദികൾ കൊല്ലും കൊലയും നടത്തും. മാനവൻ്റെ അന്തർഭാവങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ദുഷ്ടശക്തികളെ, പൈശാചിക ശക്തികളെ അവർ ഉന്മൂലനാശം വരുത്തും. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിച്ചുകൊണ്ടല്ലേ ധർമ്മം പുലർത്താൻ കഴിയുള്ളൂ. കംസനെ കൃഷ്ണൻ ശാരീരികമായിട്ട് വധിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ടാണ് കംസവധം എന്നല്ല, കംസന് മോക്ഷം കൊടുത്തു എന്നാണ് പറയുക. കംസന്റെ ക്രൗര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കംസന് മോക്ഷം കൊടുത്തു എന്ന് പറയുന്നത്. അറിവിൻ്റെ പേരിൽ അഹങ്കാരിയായി തീർന്ന 10 തലയാണ് രാവണൻ. അറിവിൻ്റെ കാര്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ സ്ക്രിപ്ചറുകളും ശൈവം, വൈഷ്ണവം, കൗളം എല്ലാത്തിനെക്കുറിച്ചും അഗാധമായിട്ടുള്ള അറിവുണ്ട്. അതിൻ്റെ പേരിൽ അഹങ്കാരിയായി തീർന്ന് രാമൻ എന്താ ചെയ്തത്? മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. ആ തലകൾ വെട്ടിക്കളയാണ് ചെയ്തത്, അഹങ്കാരത്തിൻ്റെ തലകൾ. എന്തായാലും ജിഹാദ് എന്ന് പറയുന്ന സംജ്ഞയെ മനോഹരമായിട്ട് വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ സംബന്ധമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ശ്രമിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, അവർക്ക് അഭിനന്ദനങ്ങൾ, എൻ്റെ പ്രണാമങ്ങൾ. നമസ്കാരം.